കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വ്യവസായ മേഖലയിലെ പുരോഗതി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ടോടുകൂടെ ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഫാസ്റ്റ് ന്യൂസുമായി അനീഷ പവാർ ചേരും. നമസ്കാരം. വ്യാവസായിക മുന്നേറ്റത്തിന്റെ കാലത്ത് മാറ്റത്തിനൊപ്പം ഉദ്യോഗസ്ഥരും സംരംഭകരും ജനങ്ങളും മാറേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. വ്യവസായ കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മാറുന്ന കേരളത്തിനനുസരിച്ച് നമ്മുടെ മനോഭാവം മാറണം. അത് സംരംഭകരുടെ മനോഭാവം മാറണം, ജീവനക്കാരുടെ മനോഭാവം മാറണം, മറ്റെല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും സമൂഹത്തിന്റെയും മനോഭാവം മാറണം. അല്ലെ, സമൂഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങും അപ്പോൾ പോയി പരാതി കൊടുക്കും. അപ്പോഴേക്കിടെ വ്യവസായം വന്നാൽ നമുക്കറിയാം, ഒരു നാട്ടിൽ നല്ലൊരു വ്യവസായം വന്നാൽ അതിന്റെ ഭാഗമായി നമുക്ക് ഒരുപാട് പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാകും. നാട്ടിൽ വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ കൂട്ടായി രംഗത്തിറങ്ങണം. എല്ലാവരും ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരും ഉദ്യോഗസ്ഥരാണ്, അതേപോലെ തന്നെ ഓഡിറ്റർമാരും ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അവർ കാണുമ്പോൾ അതിലെന്താണ് കൊറി ഇടാനുള്ളത്, ആ കൊറി ഇട്ട് പോകുന്നു എന്നാണ്. അത് പെർഫോമൻസ് ഓഡിറ്റർമാർ കൂടി കൊറി ഇട്ട് പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പെർഫോമൻസ് ഓഡിറ്റർമാർ ഒരിക്കലും കൊറി ഇട്ട് പോകാൻ വേണ്ടി പാടില്ല. കാരണം എന്താ, അത് ഇപ്പോൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരായി. കാരണം നമ്മൾ പദ്ധതി നടത്തിയപ്പോൾ നമുക്കുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അതിന്റെ രീതി എളുപ്പമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശവും. പക്ഷെ അവരെങ്ങനെ കുറ്റം പറഞ്ഞ് അതിനെ നമ്മുടെ മനസ്സ് മടുപ്പിക്കാം എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പോസ്റ്റ് തന്നെ മാറ്റി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പല മേഖലകളിലുമുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓഡിറ്റ് ഒബ്ജക്ഷനായി വരുമ്പോൾ പല നിർവഹണ ഉദ്യോഗസ്ഥർക്കും അത് നടപ്പാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു പരിഷ്കാരം നമുക്ക് പൊതുവെ വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ കൂടി അതിനനുസരിച്ച് മാറുന്നില്ല എന്നതാണ് മാറുന്ന വ്യവസായ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ AK ശ്യാംപ്രസാദ്, മുജീബ് റഹ്മാൻ എന്നിവർ വിഷയാവതരണം നടത്തി. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, പല മീറ്റിങ്ങുകളും പറയും, ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സംഭവം പറയും. ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്കൊന്ന് പല ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, വ്യവസായവും അല്ലെങ്കിൽ വാണിജ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്കറിയാം ആ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ ഒരു ഭംഗി എന്നുള്ളത്, ആ സുഖം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള കോർഡിനേഷൻ, അതിലേക്ക് തോന്നുന്ന ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേഷനാണ് പരാജയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റിലെ കോർഡിനേഷന് ഒരു ഇൻവെസ്റ്റർ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ചിലപ്പോൾ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറണ്ടിന്റെ ഓഫീസിൽ പോകണം, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോകണം, അതിന് മുനിസിപ്പാലിറ്റി ഓഫീസുകളാണ്, അവിടെ പോകണം, പിന്നീട് വില്ലേജ് ഓഫീസുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ബോയിലർ ഇൻസ്പെക്ടറേറ്റ്, ഇങ്ങനെയൊക്കെ പല അനുവാദ പത്രങ്ങളും നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ വ്യവസായം തുടങ്ങാൻ പോകുന്ന ആ വ്യക്തി പൂർണ്ണമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇന്ന് റെഡ് ലിസ്റ്റിൽ, റെഡ് കാറ്റഗറിയിൽ പെടാത്ത ഒരു വ്യവസായം തുടങ്ങാൻ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ തുടങ്ങാം. നിങ്ങളാരും ഇപ്പോഴും പല ആൾക്കാർക്ക് കാര്യം അറിയില്ല. നാളെ നമുക്ക് വ്യവസായം തുടങ്ങാം. ഒരു സംഭവം വേണ്ട, വ്യവസായം റെഡ് കാറ്റഗറി ആകാൻ പാടില്ല. പ്രകൃതിയെ ഇതാക്കുന്നതിനുള്ള ഖനനം കാര്യങ്ങൾ, ആ രീതിയിലുള്ള റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ വിഷവസ്തുക്കളുടെ ഉൽപാദനം, മദ്യത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലഹരി കാര്യങ്ങൾ, ഇതൊക്കെ റെഡ് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊഴികെ ബാക്കി ഏത് വ്യവസായം നമുക്ക് നാളെ തന്നെ തുടങ്ങാം. അതിനുള്ള ലൈസൻസ് നിങ്ങൾ എപ്പോൾ നേടിയെടുത്താൽ മതി? 3 വർഷങ്ങൾക്കകം നമ്മൾ നേടിയെടുത്താൽ മതി. എത്ര വരെയുള്ള വ്യവസായങ്ങൾ നമുക്ക് ചെയ്യാം? 50 കോടി രൂപ വരെയുള്ള വ്യവസായം നമുക്ക് അങ്ങനെ തുടങ്ങാം എന്നാണ് പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. വ്യവസായ രംഗത്തെ വളർച്ചയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് 11ാം സ്ഥാനത്തുനിന്ന് 1ാം സ്ഥാനം കൈവരിക്കാനായത് മികച്ച നേട്ടമാണ്. ഉൽപാദന മേഖലയിൽ കൂടുതൽ പങ്കാളിത്തവും നിക്ഷേപവും ഉണ്ടാക്കാനാവണം. സംരംഭം ആരംഭിക്കുന്നതിന് മുന്നേ ലൈസൻസ് ആവശ്യമാണെന്ന നിയമം എടുത്തുകളഞ്ഞതും ഓരോ വർഷവും ലൈസൻസ് പുതുക്കുക എന്നതിൽ നിന്ന് 5 വർഷത്തേക്ക് ലൈസൻസ് അനുവദിക്കുക എന്ന മാറ്റവും കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റത്തിന് ശക്തി പകർന്നിട്ടുണ്ടെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 കാസർഗോഡ്.